ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നത്തെ കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസ. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസ. പെരുന്നാൾ ആഘോഷിച്ചവർ ഓഹോ ഹോ ഹോ എന്തെങ്കിലും തെറ്റ് വന്നോളും. അപ്പം 30 ദിവസമോ 29 ദിവസമൊക്കെ വ്രതം എടുത്ത് ഈ മാസം എത്ര വ്രതം ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും 30 ദിവസത്തെ വ്രതം എന്നൊക്കെയാണ് പറഞ്ഞറിവ്. 30 ദിവസം വ്രതമെടുത്ത് നോമ്പ് നോക്കി എല്ലാ ചിട്ടാവട്ടങ്ങളോടും കൂടി എല്ലാം കഴിഞ്ഞ് ഇന്ന് റംസാൻ ആഘോഷിച്ച, ചെറിയ പെരുന്നാൾ ആഘോഷിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്കും മക്കൾക്കും എല്ലാവർക്കും എല്ലാ കൂടപ്പിറപ്പുകൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാരക്. പ്രിയരാം സ്നേഹിതരേ, കൂടപ്പിറപ്പുകളെ, നാടിൻ നന്മയ്ക്കായി ഈദിനാശംസ. വീട്ടുകാർക്കും ഈദ് മുബാരക്, കൂട്ടുകാർക്കും ഈദ് മുബാരക്, പ്രിയ സഹോദരങ്ങൾക്കും ഈദ് മുബാരക്. വരികൾ കറക്റ്റാണോ, രാഗമുണ്ടോ താളമുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും നമ്മുടെ ചെറിയ പെരുന്നാൾ പറ്റി 2 വാക്ക് പറയണം തോന്നി പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞ തന്നെ ജോലിക്കൊന്നും പോകുന്നില്ല. നാളെ ജോലിക്ക് പോകണം. കൊല്ലങ്കോട് തൂക്കത്തിനും പോകണം. വളരെ പ്രസിദ്ധമായ അമ്പലമാണ് കേട്ടോ. കൊല്ലങ്കോട് എന്ന് പറയുമ്പോൾ പാലക്കാട് കൊല്ലങ്കോടും ഉണ്ട്, അല്ലാണ്ട് നമ്മുടെ ഊരമ്പ്, പൂവാറ്, കളിയിക്കവിള, പാറശാല ആ റൂട്ടൊക്കെ ഉണ്ടല്ലോ. അവിടെയും ഭയങ്കര പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് കൊല്ലങ്കോട് മുടുപ്പര. അവിടെയും തൂക്കമാണ്. 1000 2000 ഒക്കെ തൂക്കങ്ങളുണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്കറിയത്തില്ല. എന്നാലും 1000-ന് മേലെയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ തൂക്കത്തിനൊക്കെ പോകണമെന്നുണ്ട്. കഴിഞ്ഞ വർഷമൊന്നും പോയില്ല. ഇപ്പോൾ ഒരു വെയിലല്ലേ, വെയിലത്തൊക്കെ വെയിൽ കൊള്ളുന്നവരൊക്കെ ഒരു പരിഭാവും. പിന്നെ ചേച്ചിയുടെ മോളെ കുഞ്ഞിന് തൂക്കമുണ്ട്. അത് നല്ല നട്ടുച്ച നേരത്താണ് അതിനും. ഇപ്പം പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. പറ്റുകയാണെങ്കിൽ പോകും, അല്ലെങ്കിൽ മടിക്കും. ജോലിക്ക് പോകണം എന്തായാലും. പോയിട്ടൊക്കെ വരുമ്പോൾ എങ്ങനെ നിന്ന് എനിക്ക് അറിയത്തില്ല. നോക്കാം. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെയാണ്. രാവിലെ എണീറ്റു, ചായ കുടിച്ചു, കാപ്പി ഉണ്ടാക്കി വന്നു. തുടക്കത്തിൽ ലൈവ് വന്നു. ഇന്നും 2, 3, 4 വട്ടമൊക്കെ ലൈവ് വന്നു കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ലൈവൊക്കെ ഒന്ന് കാണുക. ലൈവൊക്കെ കാണുകയോ അല്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈവിലൊക്കെ നിങ്ങളൊന്ന് കയറണം കേട്ടോ. സബ് ചെയ്യാത്തവർ, നമ്മുടെ ഈ വീഡിയോസ് കാണുന്നവർ നമ്മളെ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ് കൂടെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഓളെന്ന ഇതും കൂടെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ലൈവോ വീഡിയോസോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനും കേൾക്കാനും പറ്റും. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്യുക. ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് മീൻ കിട്ടി. അതും 2-3 ദിവസം കൊണ്ട് ഇപ്പം ലൈവും പാചകവും ഒക്കെ ഇപ്പം ഒരുമിച്ചാണ് കേട്ടോ. പാചകം ചെയ്യുന്ന സമയത്ത് ലൈവ് വരും. ഇന്ന് ഉച്ചയ്ക്ക് നത്തോലി മീൻ കിട്ടി. നത്തോലി മീൻ പുളിച്ചിക്കയൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് അവിയൽ വെച്ചു. പിന്നെ അല്ലെങ്കിൽ ഈ വാക്കുകൾ കയറി വരും, നിങ്ങളങ്ങ് ക്ഷമിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പായിട്ട് ഇങ്ങനെ കയറി വരും. തേങ്ങ അരച്ച നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ ഒരു കോമ്പിനേഷനാണ് നത്തോലിയും ഒഴിച്ചുകറിയൊക്കെ. നത്തോലി വറ്റിച്ചതും കാരമീൻ വറ്റിച്ചതും പൊടിമീനും ഒഴിച്ചുകറിയൊക്കെ നമ്മുടെയൊക്കെ ഒരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും അങ്ങനെയാണ്, മിക്കവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് തേങ്ങ അരച്ചു. പൊതുവേ നമ്മുടെ അടുത്ത തിരുവനന്തപുരം വിട്ടുള്ള ജില്ലക്കാരൊക്കെ തേങ്ങ കുറച്ചാണ് ഉപയോഗിക്കണം. തിരുവനന്തപുരത്തുകാർക്ക് ഇത്തിരി തേങ്ങ കൂടുതലാണ്. എല്ലാ കറിക്ക് ഇച്ചിരി തേങ്ങ കൊണ്ടുള്ള കൊണ്ടാട്ടമാണ് നമ്മളൊക്കെ. എല്ലാവരും നല്ല ഞാനും അറിയുന്നവരൊക്കെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോഴിന്ന് നത്തോലി മീൻ വറ്റിച്ചു. പുളിച്ചിക്കൈ ഇരുമ്പമ്പുളി ഉണ്ടല്ലോ, ഇവിടെയുണ്ട്, അത് മാത്രം നിറയെ പൂക്കുന്നുണ്ട്. ഇരുമ്പമ്പുളിയും തക്കാളിയൊക്കെ ഇട്ടുള്ള തേങ്ങ അരച്ചുള്ള ഒഴിച്ച് കറിയൊക്കെ വെച്ചു. കൊള്ളായിരുന്നു കേട്ടല്ലേ. തീറ്റി ലൈവിലൂടെ തന്നെയായിരുന്നു. തീറ്റിയും കൂടിയൊക്കെ ഇപ്പം ലൈവിൽ തന്നെ, വെപ്പും കൂടിയൊക്കെ ലൈവിലൂടെയൊക്കെ തന്നെയാണ്.
അത് കഴിഞ്ഞ് ഇച്ചിരി കിടക്കാമെന്ന് വിചാരിച്ച് കിടന്നില്ല. പിന്നെ 1, 2 വീഡിയോസൊക്കെ ഇട്ട് എന്തായാലും ഒന്നും നോക്കുന്നില്ല കേട്ടോ. വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു വീഡിയോയിലൊന്നും നിൽക്കുന്നില്ല. 1, 2 വീഡിയോ ഷോർട്ടൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടേതായ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടേതായ കഴിവിനനുസരിച്ച് നമ്മുടേതായ രീതിക്ക് നമ്മൾ വീഡിയോ എത്തിക്കുന്നുണ്ട്. അതിൽ പല പോരായ്മകളും ഉണ്ടാവാം. അത് കാരണം നമ്മുടേതായ രീതിക്ക് നമ്മുടേതായ അറിവ് വെച്ച് നമ്മുടേതായ കഴിവിനനുസരിച്ചാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അതിൻ്റേതായ പോരായ്മകളും അതിൻ്റേതായ പാകക്കേടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കണ്ടും കേട്ടും ക്ഷമിച്ചും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ഇന്നിപ്പോൾ 10-20 ദിവസമല്ല, 10-20 ദിവസത്തിന് മേലെയാവും. 23 ഒരു മാസത്തിന് മേലെയായി. ഒരു മാസത്തിന് മേലെയായി ഞാൻ നമ്മുടെ അമ്പലത്തിലോട്ടൊക്കെ പോയിട്ട് കേട്ടോ. നമ്മുടെ അമ്പലത്തിലോട്ടൊക്കെ പോയിട്ട് ഒരു മാസത്തിന് മേലെയായി. അപ്പോൾ ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ ചെന്ന് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു വന്നു. ചായ കുടിച്ച് പിന്നെ നമ്മുടെ ഇച്ചിരി ലൈവൊക്കെ ഇരുന്നു കേട്ടോ. ഇച്ചിരി ലൈവൊക്കെ ഇരുന്നിട്ട് വീണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഒരു ഷോട്ടൊക്കെ ഇട്ടിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് പഴയ വീഡിയോയും പഴയ സബ്സ്ക്രൈബർമാർക്കൊക്കെ നമ്മുടെ അമ്പലവും നമ്മുടെ വഴികളൊക്കെ പരിചിതമായിരിക്കും. അപ്പോൾ പുതുതായിട്ട് വന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഒരു ഫോൺ എടുത്തുകൊണ്ട് പോയി ഒരു കുഞ്ഞു ഷൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞായിട്ടുള്ള ഷൂട്ട്. ഞാനും എൻ്റെ വഴികളും എൻ്റെ കുടുംബവും എൻ്റെ കുഞ്ഞമ്പലമാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞമ്പലം ആയിട്ടുള്ള ഒരു കുഞ്ഞു കാഴ്ചയും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ കാണുക, കേൾക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെയല്ലേ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ഞാനും എൻ്റെ നാടും എൻ്റെ കാഴ്ചകളും എൻ്റെ അമ്പലവും എൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. എന്നിലൂടെ ഒതുങ്ങുന്ന എൻ്റേതായ കാര്യങ്ങൾ, അതിനിടയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകാം. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ വീഡിയോ ഇട്ടതിൻ്റെ കൂട്ടത്തിൽ നമ്മളെപ്പോലെ വീഡിയോ ചെയ്യുന്ന ഒരു ടീച്ചറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിന് ഫ്രണ്ടിൽ സമരം, സ്വന്തം നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ടീച്ചറെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ്, ഹേമ വീഡിയോ ചെയ്യുമ്പോൾ പലതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാം, സത്യാവസ്ഥ അറിയണം, കാരണം നോക്കിയൊക്കെയാണ് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ ടീച്ചറിനെ കുറിച്ച് എനിക്ക് വലിയ വിവരവും അറിവൊന്നുമില്ല. ടീച്ചറിൻ്റെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ കയറി കാണാറില്ല കേട്ടോ. ടീച്ചറിൻ്റെ വീഡിയോസ് അങ്ങനെ കാണാറില്ല. സത്യാവസ്ഥ എന്താണെന്നും എനിക്കറിയില്ല. എന്തായാലും എൻ്റെ കണ്ണുകളിലൂടെ ഞാൻ കണ്ട കാഴ്ചകളും എൻ്റെ മനസ്സിലൂടെ എനിക്ക് തോന്നിയ എൻ്റേതായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നലെ അവിടെ നമ്മുടെ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് കേട്ടോ. അതിൽ എത്രത്തോളം ശരിയുണ്ട്, എത്രത്തോളം തെറ്റുണ്ട്, അത് ശരിയാണോ തെറ്റാണെന്നൊന്നും ഞാൻ നോക്കില്ല. എനിക്ക് ശരിയെന്ന് തോന്നിയത് എൻ്റെ കണ്ണുകളിലൂടെ എൻ്റെ മനസ്സിലൂടെ തോന്നിയ ശരികളാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ സത്യമാണോ, ഇതിലെത്രത്തോളം ആരാണ് ശരി ആരാണ് തെറ്റെന്നൊന്നും എനിക്കറിയില്ല. അപ്പം നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായം കാണുമല്ലോ. ജനം പലവിധമാണ്, മനുഷ്യനും പലവിധമാണ്. പലരുടെ മനസ്സിലൂടെയും പലതും പല രീതിയിലാണ് വരുന്നത്. എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ചിന്തകളും അല്ല മറ്റൊരാളുടെ മനസ്സിലൂടെ വരുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്നവരും ഞാൻ കൂട്ടുകൂടുന്നവരും ആയിരിക്കില്ല മറ്റ് ആൾക്കാർക്ക് അവർ കൂട്ടുകൂടുന്നതും അവരെ ഇഷ്ടപ്പെടുന്നതും. എന്നെ ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ അതും നടക്കത്തില്ല. അതാണ് ഞാൻ പറയുക, ഇഷ്ടങ്ങൾ പലതൊക്കെയാണ് കേട്ടോ. മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നവർ, മറ്റാൾക്കാരെ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഇഷ്ടപ്പെടണമെന്നുമില്ല. അങ്ങനെയാണ് പ്രകൃതി നിയമം. അങ്ങനെയാണ് പ്രകൃതി നമ്മളെല്ലാം സൃഷ്ടിച്ചിറക്കിയിരിക്കുന്നത്. അങ്ങനത്തെ ഇഷ്ടങ്ങളോടൊക്കെയും അങ്ങനത്തെ ഒരു കാര്യങ്ങളോടൊക്കെയാണ്. അവിടെ അച്ഛനും മോനും കൂടെ TV ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബഹളം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡോർ അടച്ചിട്ടിട്ടാണ് നിങ്ങളോട് വന്നിരുന്ന് കഥ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഹേമസുധയുടെ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നത്തെ വാർത്തകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത്. ഇതൊക്കെ ഞാനും വീഡിയോ ഇടുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളിടുന്ന വീഡിയോയിൽ ഒരു 15 പേര് ഇഷ്ടപ്പെടണമെങ്കിൽ അതിലൊരു 5 പേരെങ്കിലും ഇഷ്ടപ്പെടുന്നവർ കാണും. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു 20 പേര് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ 15 പേര് നമ്മളോട് ഇഷ്ടക്കേട് കാണിക്കുന്നവരാണെങ്കിലും നമ്മളെ കേൾക്കാനും നമ്മളെ ഇഷ്ടപ്പെടുന്ന 5 പേര് കാണും.
അതൊക്കെയാണെന്ന് ലോകം, അതാണ് ലോകം. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ വിറപ്പിക്കുന്നില്ല. ടാറ്റ ബൈ ബൈ പറയുന്നില്ല. കാരണം ഞാൻ ഇച്ചിരി അമ്പലത്തിൽ പോയി വിശേഷം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാം. എല്ലാവരും കാണുക കേട്ടോ. കൂടുതലൊന്നും പറയുന്നില്ല. എന്നാൽ നമുക്ക് ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളും എൻ്റെ കൂടെ വന്നോളൂ. നമുക്ക് കാണാൻ പോകാം. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ, വിളക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു 10-20 ദിവസം ആകുമെന്ന് തോന്നുന്നു. 10-20 ദിവസം ആകുമെന്നാണ്. അപ്പം അമ്പലത്തിൽ പോവുകയാണ്. അപ്പം നമ്മുടെ കോർപ്പറേഷൻ റോഡൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. റോഡ് ഇട്ടെങ്കിലും നമ്മൾ അങ്ങോട്ട് വലിയ ഗുണമില്ല കേട്ടോ. അമ്പലത്തിൻ്റെ അവിടെ മഴ പെയ്താൽ വെള്ളം കെട്ടും. അവർ ആർക്കോ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ നന്നായിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, കുണ്ടും കുഴിയും കണ്ട റോഡിട്ടതിൻ്റെ രീതികൾ കണ്ട. കയറ്റവും ഇറക്കും. ഇവിടെയാണ് മഴ പെയ്താൽ വെള്ളം കെട്ടിക്കിടക്കുന്നത്. അത് ഒരേ ലെവലിൽ മണ്ണിട്ടിടാണ്ട് അവർക്ക് തോന്നിയതുപോലെയൊക്കെ ഇട്ടിട്ട് പോയി. ഞാൻ അമ്പലത്തിലൊക്കെ വിളക്ക് കത്തിച്ചിട്ട് തിരിച്ചു പോകുന്നു. അപ്പം എല്ലാവരും വീഡിയോ കാണുക കേട്ടോ. വീഡിയോ കാണുക. ആയുസ്സും ആരോഗ്യം നൽകിടേണേ, അമ്മാതൻ നാമം സ്തുതിച്ചിടുവാൻ, അമ്മയെ പാടി സ്തുതിച്ചിടുവാൻ. അമ്പലമുറ്റത്തു വന്നു ഞാൻ, സമ്പൽ സമൃദ്ധിയും നൽകിടേണേ, ആയുസ്സും ആരോഗ്യം നൽകിടേണേ, അമ്മാതൻ നാമം സ്തുതിച്ചിടുവാൻ, അമ്മയെ പാടി സ്തുതിച്ചിടുവാൻ. അമ്പലമുറ്റത്തു വന്നു ഞാൻ, സമ്പൽ സമൃദ്ധിയും. ഇനി അങ്ങോട്ട് പോക ഇരുട്ട് കേട്ടോ. അങ്ങോട്ട് പോക ഇരുട്ടാകും. നമ്മൾ പുതുതായിട്ട് വന്ന നമ്മുടെ സബ്സ്ക്രൈബർമാർ കാണുമല്ലോ, അവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ കാണുമല്ലോ. മുന്നേ ഉള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്കും മുന്നേ ഉള്ളവർക്കും അറിയാം. നമ്മുടെ ഈ വഴികൾ എല്ലാവർക്കും പരിചിതമാണ്. പക്ഷെ നമ്മുടെ പുതിയ ആൾക്കാർ വീഡിയോ കാണുന്നവർക്കൊന്നും ഇത് അറിയത്തില്ലല്ലോ. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു തോടുണ്ട്. പണ്ട് ആടിത്തിമിർത്ത് കുളിച്ച തോടാണ് ഇപ്പോൾ കേട്ടോ. ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ട് ഇരുട്ടത്ത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നാൽ ബൈ.